കോറൽ ഐലൻഡിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കോറൽ ഐലൻഡ്. നമ്മൾ എന്താ പറയുക, സീ വാട്ടറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഐലൻഡിൽ വന്നു. ഐലൻഡിൽ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഐലൻഡ്. നമുക്ക് ബാക്ക് വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബോട്ടിൽ ഇറങ്ങുമ്പോൾ കണ്ടോ, ഇത്രയും ദൂരം നമ്മൾ ഇറങ്ങിയിട്ട് നടന്നാൽ വരണ്ട. ഏകദേശം മുട്ടിന് താഴേക്കുള്ള വെള്ളമുണ്ട് കേട്ടോ. ഓസ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അത് ബനാനയാണ്. വെള്ളത്തിൽ കൊണ്ടിട്ടോ, രണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടോ. ബനാന അടിപൊളി. ജാക്കറ്റുണ്ടോ? ലൈഫ് ജാക്കറ്റ് ഇല്ലേ എനക്ക്? ലൈഫ് ജാക്കറ്റ് അല്ലേ? അതെ, ലൈഫ് ജാക്കറ്റ് അല്ലേ? ഗോവയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറെ ദൂരം കൊണ്ടുപോയിട്ട് അവരെ കറക്കി ഇങ്ങിടും. നമ്മളെ വെള്ളം കൂടെ വെച്ചിട്ട് അവർ പോകത്തുള്ളൂ. അതെ, പക്ഷെ ഇവിടെ നമുക്ക് ബീച്ചൊക്കെ നല്ല ക്ലീനാണ്. ഇവിടെ എന്ത് തിരക്കാണ്. ഇവിടെ വരുന്നവരെല്ലാവരും ഇതേപോലെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജാക്ക് ആൻഡ് ജോയ് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ നോക്കട്ടെ, ജാക്കറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് കേട്ടോ. ഓക്കെ, ക്ലിപ്പ് ക്ലിപ്പ്. ഓക്കെ ഓക്കെ, ജാക്കറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ബേബി ടിക്കറ്റ് നമ്മുടെ ഒരു പൊട്ടി പാവ കൂടി വരുന്നുണ്ട് കേട്ടോ. ആണോ? രണ്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ അടുത്ത് വീണ്ടും കടലിലോട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും വന്ന് നനഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. നമ്മുടെ കൈ കണ്ടോ, മൊത്തം അവർ ഓരോ ടിക്കറ്റും കൊണ്ടുപോയിട്ട് അതിനെ മാർക്ക് ചെയ്ത് അവർ വിടുന്നതാണ് കേട്ടോ. ഞാനിതാ നമ്മുടെ ബൈക്ക് ഇതാ വന്നു. ഓക്കെ, ഓക്കെ,แล้วมึงจะทำอะไรได้เนี่ย โอเค ต้องไปแบบนี้เลย I will sit here. Yeah, nice. ഇപ്പോൾ ഇത് ഡ്രൈവ് ചെയ്യാൻ വേറൊരാൾ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്യണം വിചാരിച്ചാൽ നടക്കത്തില്ല. അയ്യോ, ഓ മൈ ഗോഡ്, എന്നാ സ്പീഡാണ്. വെള്ളമൊക്കെ തീർച്ചയായിട്ടും വേറെ ലെവലാണ് കേട്ടോ. നൈസ്. How are you? Oh, I can't. Okay, no problem. എൻ്റെ അടുത്ത് ബൈക്ക് ഓടിക്കാൻ വേണ്ടി പറഞ്ഞത്, ബട്ട് എനിക്കത് പറ്റുന്നില്ല. കാരണം കയ്യിൽ ക്യാമറ ഇരിക്കുക. ഓ, പുള്ളി ഒറ്റ കൈ കൊണ്ടൊക്കെ ഓടിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മേ, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല
അങ്ങനെ ഇവിടെ എത്തി കേട്ടോ. ഓ മൈ ഗാഡ്, അങ്ങനെ കഴിഞ്ഞു. ഇറ്റ്സ് നൈസ്. ഓരോരുത്തരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളി അങ്ങനെ എന്താ പറയാ, ഓടിക്കാൻ എനിക്ക് ക്യാമറ ഇരിക്കാം, ഞാൻ എങ്ങനെ ഓടിക്കാൻ. അല്ല പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ വേറെ ബോട്ട് പോയിട്ട് ആ ഓളത്തിൽ ചെന്ന് കയറുമല്ലോ, അതാവുമ്പോഴാ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നുണ്ടോ? അടിപൊളിയാ. സ്കീയുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കേട്ടോ. അടുത്ത് നമ്മൾ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കിനി അടുത്ത് ബനാന റൈഡ് പോകണം കേട്ടോ. 3 പേർക്കാണ് പോകാൻ പറ്റുന്നത് കേട്ടോ ഒരെണ്ണത്തിൽ. ഇതിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ? അത് നമുക്ക് തരുമോ? ഓ എനിക്കൊന്ന് നമ്മുടെ ടീമിന് വേണ്ടിയുള്ളത് അവിടെ എത്തിക്കുമായിരിക്കും അല്ലേ? ആ ഓക്കെ ഓക്കെ. പോയോ? അതിൽ പോയോ? ആ ജസ്റ്റ് കറക്കിയിട്ട് വന്ന്. 2 മിനിറ്റ് ഉണ്ട്. ആക്സിഡന്റ് പുള്ളി അതിലെ കൊണ്ട് ഇടിച്ചു കയറി കേട്ടോ. ബാക്കി ഇരിക്കല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ബനാന റൈഡ് പോവാണ് കേട്ടോ. ആ ഇതാ പുള്ളി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു കൈ എത്തിക്കാൻ പറ്റത്തുള്ളൂ, അതാ പ്രശ്നം. വേറെ ഒന്നുമല്ല, ക്യാമറ കയ്യിലുള്ളതുകൊണ്ട്. വെള്ളം മൊത്തം തെറിക്കുന്നുണ്ടല്ലോ. മൈ ഗോഡ്. അയ്യോ ചേട്ടാ, കമട്ടി മാത്രം ഇടരുത്. എന്റെ ക്യാമറയും പോയി, പുള്ളി എന്നെ താഴെ ഇട്ടു. അയ്യോ വെള്ളം കുടിപ്പിച്ചേ. അയ്യോ പറഞ്ഞു തരുന്നില്ല അതിന് മുമ്പ്. ജാക്കറ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. I don't know swimming. So എന്നെ വലിച്ചു കയറ്റി. അയ്യോ അയ്യോ എന്താ പൊന്നെ, ഇത് വല്ലാത്ത കേസായി പോയി, വല്ലാത്ത കേസായി. അയ്യോ അയ്യോ എന്താ പൊന്നെ, ഒന്ന് ഇരുന്നിട്ടെങ്കിലും എടുത്തിട്ട് പോട്ടെ. ഞങ്ങളെ വെള്ളത്തിലിട്ട് കൊത്തേ. It's nice. Yeah, it's a good experience. Yeah. And what's your name? Your name? Dan. Yeah. Your good name. Good experience. കാലന്മാരെ നമ്മളെ കൊണ്ട് വെള്ളത്തിലിട്ട് ബനാന പോട്ട് നമ്മളെ കൊണ്ട് അവിടെ കൊണ്ട് തള്ളിയിട്ടു. ഞങ്ങളെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൊണ്ട് ഞങ്ങളെ തള്ളിയിട്ടു. നിങ്ങളെ തള്ളിയിടത്തില്ല. അവിടെ ഉള്ളോ? കമഴ്ത്തി ഇടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഉടനെ കൊണ്ട് ഞങ്ങൾ. അല്ല അത് ഇടത്തില്ല, നിങ്ങളെ ഇടത്തില്ല. മൂക്കിലൊക്കെ വെള്ളം കയറി. അയ്യോ
എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? സൂപ്പർ സൂപ്പർ പൊളിച്ചു. അടുത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നേരെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ പൊന്തി കിടന്നോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ടീമെല്ലാം ഇതാ പോകുന്നുണ്ട്. കണ്ടോ, നമ്മുടെ രണ്ട് അങ്കിളന്മാരും ഒരു ആൻറ്റിയും ഒക്കെ ഇതാ പോകുന്നുണ്ട് കയറി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കിടക്കത്തില്ല, നമ്മൾ കുറേ വെള്ളം കുടിച്ചങ്ങനെ നിൽക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ താഴത്തില്ലല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു അവർ ഇതിൽ തന്നെ പിന്നെ തിരിച്ചിരുത്തി ഇതിൽ തന്നെ കൊണ്ടുവരും. ഞാനും അങ്ങനെ വിചാരിച്ചേ. ഇതങ്ങോട്ട് പിടിയും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ മറ്റേ പുള്ളി വന്നപ്പോൾ ഓളം ഒഴിച്ച് ഞാൻ ഇങ്ങനെ കമന്നു പോകും. അതിൻ്റെ ഇടയിൽ ഈ ഇതും കൊണ്ടുവന്നിട്ട് അതിനകത്ത് വലിച്ച് കയറ്റിയിട്ട് ഉടായ്പ വരുവാണെങ്കിൽ ഒന്ന് പിടിച്ചിരുന്നു. അല്ല, അവൻ ഞാൻ ഈ ബനാനയിലോട്ട് പിടിക്കാൻ പോകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകാം. ഇതില് മേളിൽ സീറ്റിൽ കയറാന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് സൈഡിൽ ഇരുത്തിയിട്ട് പുള്ളി എടുത്തോണ്ട് അവരെ കൊണ്ടുവരാം. അത് ലേഡീസൊക്കെ കൂടി ഉള്ളതുകൊണ്ട് കൂടി പോകാൻ പറ്റിയ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങൂടെ വെള്ളമൊക്കെ കുടിച്ച് വരായിരുന്നു. അങ്ങനെ തന്നെ. അല്ല, നമ്മളും മറച്ചിടുമെന്ന് വിചാരിച്ചില്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും വന്നേ ഗോവയിലൊക്കെ അങ്ങനെയാണ്. അടുത്ത എത്താറാവുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കറക്റ്റ് ജാക്കറ്റിന്റെ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ കീറിയൊക്കെ ആ ഗോവയിലൊക്കെ ഉള്ളത് വേറെ. അതെന്തോ ഇതിൽ ക്ലിപ്പ് പോലും കാണത്തില്ല ചിലപ്പം. ഇത് പക്ഷേ ക്ലിപ്പും ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഇതെന്തോ തായ് ഭാഷയാണെന്ന് തോന്നുന്നല്ലേ? തായ് ഭാഷ, ഇംഗ്ലീഷ്. ക്വാളിറ്റി ഉണ്ട്. പൊതുവെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നല്ല സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്താൽ പോലെ. കാരണം ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നതല്ലേ പല രാജ്യം. അവരെ നമ്മളെ മറ്റേ ബൈക്കിൽ വലിച്ചു കയറ്റിയുണ്ടോ? പൂച്ചേനൊക്കെ നമ്മളിങ്ങനെ വലിച്ച് ഒറ്റ ഇടിയില്ല, ഇട്ട് ഇരിക്കാൻ പോലും നമ്മൾ പിടിച്ചു. ഞാൻ വിചാരിച്ചു ഇനി വീഴുമെന്ന്, അതിൽ നിന്നും വീഴുമെന്ന് വിചാരിച്ച. അതിങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് വെച്ചപ്പോ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കയ്യിൽ ക്യാമറ ഓടി ആയതിലൊന്നും പറ്റുന്നില്ല. ഇങ്ങോട്ട് വീഴുമെന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ പിടിച്ചു. അവിടെ ഒരു പിടി ഉണ്ടായിരുന്നു. ഇല്ല, അവര് നമ്മളെ തള്ളിയിട്ടാലും എന്താ, നമ്മളത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം കേട്ടോ. അവിടെ ഞങ്ങളെ തള്ളിയിട്ട് വേണമെങ്കിൽ നടന്നു പോയെന്ന് പറഞ്ഞല്ലേ? അവരാള് കണ്ട് അവിടെ മറിച്ച് ഞങ്ങളല്ലായിരുന്നു. ഇവിടെ മറിച്ചിട്ടിട്ട് എന്ത് ചെയ്തു? ഇവിടെ വേണമെങ്കിൽ നടന്നു പോയിക്കോളാം. നീയൊക്കെ വേണമെങ്കിൽ പോയാ നമ്മൾ ഐലൻഡിൽ വന്നിട്ട് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു, ഉച്ച ടൈം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് 1.5 മണി കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടലിലെത്താൻ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഓർക്കിഡാണ്. അപ്പോൾ ഞങ്ങളൊരു കോക്കനട്ട് സ്മൂത്തി മേടിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഇവിടെ ഇച്ചിരി കൊടയൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരു കോക്കനട്ട് സ്മൂത്തി മേടിച്ചു. കൊള്ളാം കേട്ടോ. ഇത് ഷാർജ് പോലെയൊക്കെ തന്നെ തോന്നുന്നു. കോക്കനട്ട് ഓയിൽ എന്താ പറയുക, വാട്ടറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പോൾ ഇതെല്ലാ ബോട്ടിലും വരെ ഒരു സ്ട്രോയും ഒരു ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവറും എന്ത് ചെയ്തിട്ടുണ്ട്, പൊടിച്ചിട്ടുണ്ട്. ചേട്ടാ ഏതാ പറഞ്ഞാൽ മാംഗോയാ? മാംഗോ പുള്ളി എന്ത് ചെയ്തു, ചേട്ടൻ കുറിച്ച് തീർത്തു. ഇത് എത്ര 50 ബാത്തല്ലേ? അത് ഇതെല്ലാം 50 ബാത്താണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഷാർജ നമ്മൾ വാങ്ങി നമുക്ക് അടച്ചു കിടക്കില്ലേ, പക്ഷെ അതിനേക്കാളും ഇച്ചിരി കൂടി വലിയ ബോട്ടിലല്ലേ, വലിയ കപ്പാണ് കേട്ടോ. അത് നമുക്ക് കുറിച്ച് വയറ് നിറയുണ്ട്. ഇവിടെ തന്നെ അവർ ആൾക്കാരുണ്ട്. അവർ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ഉള്ളത് അവരൊന്ന് ചോദിക്കും. നമ്മൾ ആവശ്യമുള്ളത് പറയാം. വിത്തിനൊരു 3 or 4 minutes അതിനകത്ത് അവരെന്ത് ചെയ്യും, നമുക്ക് ഈ സാധനം കൊണ്ടുവരും. അവരുടെ കയ്യിലൊരു വാക്കിട്ടൊക്കെ ഉണ്ട്, ഫോൺ. അവരെ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അവർ ഷോപ്പിൽ എന്ത് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ട് നേരെ ഇഞ്ഞെടുത്തിട്ട് വരും അവർ.
അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ തായ്ലൻഡിൽ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ കോക്കനട്ട് സ്മൂത്തി. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട് കേട്ടോ. നമുക്കിത് കുടിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഓർക്കിഡ് ഫ്ലവറിൻ്റെ മണവും കൂടി കൊണ്ടുകൊണ്ട് നമുക്ക് കുടിക്കാം. ഐഡിയാസ് അല്ലേ, ഓരോ എന്താ പറയുക, ഓരോ എങ്ങനെയൊക്കെ ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് അവർ ബിസിനസ് നടത്താന്നുള്ളതിൻ്റെ ടെക്നിക്കാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഞങ്ങൾ കോറൽ ഐലൻഡിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ പട്ടായ സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് എന്താ ബോട്ടിലായാലും എന്താ പറയുക വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി ബാക്കി അങ്കത്തൊട്ട് ഞങ്ങൾ പട്ടായയിലാണ് കേട്ടോ. ഈ ബോട്ട് കണ്ടോ എന്നാ ഇടിയാണെന്നറിയോ, ഇത് നല്ല സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് ബോട്ടാണ് കേട്ടോ, ഭയങ്കര സ്പീഡിലാണ് പോകുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഹാരിസൊക്കെയൊക്കെ ഞങ്ങളുടെ ബോട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വരെ പക്കയായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അത്രയും ഒരു അടിപൊളി സ്ഥലമായിരുന്നു കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തായ്ലൻഡിൽ ബസ്സിൽ നമുക്ക് ടോയ്ലറ്റാണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള. മെയിലിനും ഫീമെയിലിനുമായിട്ട് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടായ സിറ്റി, അതായത് കോറൽ ഐലൻഡിലേക്ക് പോകുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ബസ്സുള്ളത്. അടിപൊളിയായിട്ടോ, എന്താ സൗകര്യം അതിനകത്തുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടോയ്ലറ്റ്. ബസ്സിലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. 3-4 ഇത് ജെൻസിൻ്റെതാണ് കേട്ടോ. ഇത് ക്ലോസ്ഡാണ്. ഇവിടെ ഒരു ഡോറുണ്ട്, അതുകൊണ്ട് ഇത് ക്ലോസ്ഡാണ് കേട്ടോ. ഒരു മിററുണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ ആ ടോയ്ലറ്റിൻ്റെത് ഇവിടെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്ലീനാണ്. എൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരെണ്ണമുണ്ട് കേട്ടോ. അങ്ങനെ 2 വീതം ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു സൈഡ് മിററൊക്കെ ഉണ്ട്. വാട്ട് ഈസ് അമൗണ്ട്? ഓക്കെ. Same badam. Oh, okay. Same badam. My family. How much this? The 100 baht. 100 baht. How many packets? Any 10 baht. Anything back. Okay. How are you? Nice. You staying here? Yeah, are you in Pattaya? Pattaya. Pattaya, okay. Yeah, okay, thank you. അവിടെ നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോറൽ ഐലൻഡൊക്കെ ആസ്വദിച്ചിട്ട് നേരെ ബസ്സിലോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോറൽ ഐലൻഡിലെ അടിപൊളി വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തായ്ലൻഡിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ, സൈനിങ് ഓഫ്.